കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 30 സ്ഥലത്താണ്, ഒരു കോർപ്പറേഷൻ വാർഡ് ഉൾപ്പെടെ. അതിൻ്റെ ഫലം പുറത്തു വന്നു. 17 LDF, 12 UDF, ഒരിടത്ത് SDPI. അതെ. എന്താണ് സർ ഈ ഫലം സൂചിപ്പിക്കുന്നത്? എന്താണ്? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വാശിയേറിയ മത്സരമായിരുന്നു. വളരെ ചെറിയ വോട്ടുകൾക്ക്, 12 വോട്ടുകൾക്കാണ് BJP അവിടെ തോറ്റത്. LDF ജയിച്ചു. UDF പൂർണ്ണമായിട്ടും തകർന്നുപോയി. എന്താണ് പൊതുവിൽ അങ്ങേക്കുള്ള വിലയിരുത്തൽ? ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകമായിട്ട് ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് നോക്കാം. ഒന്ന്, ഈ സംസ്ഥാന തലത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂട്ടമാണ് ഇപ്പോൾ നടന്നത്. താഴെത്തട്ടിൽ ആർക്ക് ബേസ് എന്ന് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം മലബാർ, തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, ഇവിടുത്തെ എല്ലാം ചേർത്താണ് ഈ സീറ്റുകൾ. നമ്മൾ നോക്കിയാൽ അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല മണ്ഡലങ്ങൾ, മലപ്പുറം ഉൾപ്പെടെയൊക്കെയുള്ള പലയിടത്തെയും സീറ്റുകളുടെ എണ്ണമാണ് ഈ 30 എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ടിത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ UDFന് 12 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുറവാണ്. LDF 17 സീറ്റ് പിടിച്ചത് എപ്പോഴാണ്? ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളുള്ളപ്പോൾ. കടുത്ത ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല, ജനങ്ങൾ കിട്ടേണ്ട ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എവിടെയും 10 വർഷം ഭരിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകും. പക്ഷെ ജനത്തിൻ്റെ പോക്കറ്റിൽ കിട്ടേണ്ട പൈസ കിട്ടാഞ്ഞിട്ട് ജനം ഇങ്ങനെ ആരെ കല്ലെറിയണം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് രഹസ്യമായിട്ടൊരു ബാലറ്റ് പെട്ടിയിൽ കുത്താൻ അവസരം കിട്ടിയിട്ട് അതുപോലും 50% മേൽ LDFന് അനുകൂലമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ UDF താഴെത്തട്ടിൽ യാതൊരു വിധത്തിലും ബേസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. BJPക്കും അതേ ഒരു പ്രശ്നം നിലവിൽ അഭിമുഖീകരിക്കുകയാണ്. മുകളിലിപ്പോൾ ഒരു പാർലമെൻറ്റിൽ ഒരു സീറ്റ് പിടിച്ചു, അല്ലെങ്കിൽ 2 സീറ്റ് പിടിച്ചു, അല്ലെങ്കിൽ അസംബ്ലിയിൽ ഒരു 7-8 സീറ്റ് പിടിച്ചു, അല്ലെങ്കിൽ 5-6 സീറ്റ് പിടിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 22,000 വരുന്ന കൗൺസിലർ, പഞ്ചായത്ത് മെമ്പർ സ്ഥാനങ്ങൾ പിടിച്ചടക്കുക എന്നുള്ളത്. കാരണം ഒരു MLAയേക്കാൾ ഇന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർക്കാണ്, ഒരു കൗൺസിലർക്കാണ്. മനസ്സിലായില്ലേ? അതെ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ ഫണ്ടും വരുന്നത് ഡയറക്റ്റായിട്ടും ഇനി സംസ്ഥാനം വഴി വരികയാണെങ്കിലും വരുന്നത് ഏറ്റവും താഴെത്തട്ടിൽ ഓരോ പഞ്ചായത്തിലുമാണ്, ഓരോ നഗരസഭയിലുമാണ്. അപ്പോൾ അവിടുത്തെ കൗൺസിലർമാരാണ് ഇത് വീതം വെച്ചിട്ട് ഇത് ഓരോ വികസന പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തും, ഓരോ വീട്ടിലും, ഓരോ വ്യക്തിയിലും എത്തിക്കുന്നത്. അതുകൊണ്ട് പഴയ പോലെ MLA ആണ് നമുക്ക് വലുതെന്ന് വിചാരിക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇലക്ഷനിൽ തന്നെ മാറ്റം വന്നു. പണ്ട് ആരെങ്കിലുമൊക്കെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയും കൗൺസിലറാക്കിയൊക്കെ നിർത്തുമായിരുന്നു. ഇപ്പോൾ ഒരു സെമി MLA എങ്കിലും ആകാൻ കപ്പാസിറ്റി ഉള്ള ഒരാളിനെ ഇപ്പോൾ കൗൺസിലറാക്കി നിർത്തിയാൽ ജയിക്കുള്ളൂ. അതെ, അതാണ് നമ്മൾ കാണേണ്ട ഒരു പാഠം. ജനം തിരസ്കരിക്കും, പൂർണ്ണമായും കപ്പാസിറ്റി ഇല്ല ഇയാൾക്ക് എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പഴയ കൂട്ട് ഏതെങ്കിലും ഒരു ഞാഞ്ഞൂലിനെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കാം, പ്രസിഡന്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അവിടെ അടപടലം ആ പാർട്ടി ഇല്ല. അങ്ങനെ ഒരു തിരസ്കരണമാണോ UDFനോടും BJPയോടും കേരളത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾ ചെയ്തത്? അതാണ് ഈ സത്യം. എന്ന് വെച്ചാൽ LDFനെ സംബന്ധിച്ചുള്ള അവർക്ക് നല്ല തന്ത്രം അറിയാം. അവർക്ക് പ്രാദേശികമായ അവരുടെ നേതാക്കളെല്ലാം നല്ല പ്രഗത്ഭന്മാരാണ്. ജനങ്ങളുമായി വ്യക്തിബന്ധത്തിൽ ഉള്ളവരാണ് പലരുടെ സ്ഥലത്ത്. അതുകൊണ്ടാണ് അവർ ഈ 17 സ്ഥലത്ത് 30-ൽ 17 സീറ്റ് അവർ പിടിച്ചത്. അവരുടെ ആൾക്കാർക്കുള്ള വ്യക്തിബന്ധങ്ങളാണ്. അതിൽ 4-5 സീറ്റുകൾ ചിലപ്പോൾ വ്യത്യസ്തമായി വന്നേക്കാം, പല ഘടകങ്ങൾ വന്നിട്ടുണ്ടാവും, വർഗീയതയും പിന്നെ ജാതീയതയൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും CPMന് ഇപ്പോൾ ഇത്രയും സീറ്റ് പിടിക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷമില്ല. ജനവികാരം പൂർണ്ണമായും എതിരാണ്. പക്ഷെ എന്നിട്ടും BJPക്കും UDFനും അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവരുടെ മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നടക്കുന്ന UDFൻ്റെ കോൺഗ്രസിൻ്റെ കൊച്ചിയിലെ മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് പിടിച്ചടക്കാം. അവർക്ക് ഏതാണ്ട് ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്കും ഇനി 6 മാസമേ ഉള്ളൂ. 6 മാസത്തിനകം ആളെ നിശ്ചയിച്ച് കളത്തിലിറങ്ങണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഈ പണ്ടത്തെ കൂട്ടി ഇലക്ഷൻ്റെ തലേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്ന് ഇറങ്ങിയാൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിട്ടില്ല. അതിന് നമ്മൾ മുമ്പേ 2-3 മാസം മുമ്പെങ്കിലും നമ്മുടെ ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ ഇറക്കാനുള്ള കപ്പാസിറ്റി വേണം. അല്ലെങ്കിൽ 2-3 പേരെങ്കിലും അങ്ങനെ ഇറക്കി അതിൽ മിടുക്കനായവനെ തിരഞ്ഞെടുക്കാനൊക്കെയുള്ള സാധ്യത വേണം. അതില്ലെങ്കിൽ ഇലക്ഷൻ തോറ്റുപോകും. ഇപ്പം ജനങ്ങൾ ഒറ്റയടിക്ക് ഒരാളെ അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ എടുക്കില്ല. നമ്മളോട് ഒത്തു നിൽക്കുന്നവനാര്? അതെ, ഞാൻ വിളിച്ചാൽ വരുന്നവനാര്? വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ആളാര്? എനിക്ക് എതിരായി അവൻ നിൽക്കുമോ നിൽക്കില്ലയോ? ഇതൊക്കെ പ്രധാനമാണ്. ഞങ്ങളുടെ ആളാണോ? ഇതൊക്കെ വളരെ പ്രധാനമാണ്. ജാതി, മത, സാമുദായിക എല്ലാം ഇഴകേറി പരിശോധിക്കുന്നതായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശികമായി. തീർച്ചയായിട്ടും അവിടെയാണ് BJPക്കൊക്കെ ചിലപ്പോഴും അടിപറ്റി പോകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്ക് ആയിട്ട് അവർക്ക് എതിരാകുന്നതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും അവർ തോറ്റു പോകുന്നത്. ഈവൻ നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീവരാഹത്തിലും അത് വന്നിട്ടുണ്ടെന്നതാണ് കാണുന്നത്. ചില മുസ്ലിം ബെൽറ്റുകളുണ്ട്. അതിനു പുറമെ പക്ഷെ ശ്രീവരാഹം വാർഡിൽ അത്ര കാര്യമായി മുസ്ലിം വോട്ട് ഉണ്ട്, കുറവാണ്. പക്ഷേ ഈ 12 തോറ്റു എന്ന് പറയുമ്പോൾ അവിടെ 1000 വോട്ടായാലും 500 വോട്ടായാലും അല്ലെങ്കിൽ 200 വോട്ടായാലും മതി. 200 കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ധാരാളം മതി. അത്രയും വോട്ടുകൾ ആവശ്യമില്ല അവിടെ ഒരാളെ തോൽപ്പിക്കാൻ. പക്ഷെ സാർ, ഇതൊക്കെ പറയുമ്പോഴും ഈ തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം ചീഞ്ഞു നാറി സംസ്ഥാന ഭരണത്തെക്കാൾ വളരെ മോശമായ അവസ്ഥയിലാണ്. ഈ മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ ഈ ഇപ്പോൾ വീട് വൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഭീമമായ ഫീസ്, ഇതൊക്കെ വലിയ തോതിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് കാൽനട പോലും അസാധ്യമായിരിക്കുന്ന അവസ്ഥ. അത് ഈ ശ്രീവരാഹത്ത് പ്രത്യേകിച്ചും. ശ്രീവരാഹത്ത് റോഡ് വളരെ തകർന്നു കിടക്കുക. എന്നിട്ടും ഈ അവിടെ LDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതല്ല, ഞെട്ടിക്കുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം BJP പ്രവർത്തകർ തന്നെ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്താമായിരുന്നു. അവർ മുൻ കൗൺസിലർ എന്ന നിലയിൽ ഇമേജിനേക്കാൾ കൂടുതൽ ഡാമേജ് ഉണ്ട് എന്നുള്ളതാണ് പല BJP പ്രവർത്തകരും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതൊരു വാർഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ്. അല്ലെങ്കിൽ ജയിച്ചേനെ എന്നുള്ളതാണ്. എന്നിട്ടും 1300 ചില്ലാനോ വോട്ട് വരുമ്പോൾ രണ്ട് കൂട്ടർക്കും, അതായത് LDFും UDFും LDFും BJPയും 1300 ചില്ലാനും വോട്ടിൽ നിൽക്കുകയാണ്. 1356, 1346. അപ്പോൾ എന്ന് പറഞ്ഞാൽ 12 വോട്ടിന്റെ വ്യത്യാസം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ മുസ്ലിം വോട്ടുകൾ അവിടെ നിർണായകമായി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഘടകം. രണ്ടാമത്തെ ഘടകം, ഒരു അപരൻ നിന്നിരുന്നു, ഒരു മിനി. അപരൻ മിനി 44 വോട്ട് പിടിച്ചു. അത് ശരി. BJPയുടെ മിനിയുടെ ഒരു അപരനായിരുന്നു വേറൊരു മിനി, 44 വോട്ട് പിടിച്ചു. അപര, അതെ, ശ്രീലിംഗം പറഞ്ഞാൽ അപര. അപ്പം 44 വോട്ട് ഒരു പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ 12 കടന്നുപോയത്. അപ്പോൾ അതും അപ്പോൾ പൊതുവേ ഇത് മനസ്സിലാക്കുന്നത് BJPക്ക് അനുകൂലമായൊരു അന്തരീക്ഷം തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഭരണം BJP പിടിക്കാൻ സാധ്യതയുണ്ടോ? മാലിന്യത്തെക്കാൾ നാറി നിൽക്കുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും BJPക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നല്ല സ്ഥാനാർത്ഥികൾ നേരത്തെ അവരെ പ്രഖ്യാപിച്ച് രംഗത്തിറക്കുന്നതുണ്ടായാൽ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. കാരണം നമ്മൾ നിയമസഭ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ അറിയാം. അതിൽ തിരുവനന്തപുരം നേരിയ ഭൂരിപക്ഷത്തിനാണ് 4000 വോട്ടിന്. കഴക്കൂട്ടത്ത് അവർ മുന്നിലായിരുന്നു. നേമത്ത് മുന്നിലായിരുന്നു. മൃഗീയ ഭൂരിപക്ഷം. ഈ 4 മണ്ഡലങ്ങളിൽ നിന്നാണ് മിക്ക വാർഡുകളും. പിന്നെ നമ്മുടെ കോവളത്തു നിന്നുള്ള കുറച്ച് വാർഡുകളേ ഉള്ളൂ, വിഴിഞ്ഞം ഭാഗത്തെ കുറച്ച് വാർഡുകളേ ഉള്ളൂ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രദേശം മുഴുവൻ ഈ 4 BJP ജയിച്ച അല്ലെങ്കിൽ ജയിക്കുന്നതിനൊപ്പം നിന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് തന്നെ BJPക്ക് വർക്ക് ചെയ്താൽ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇത് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത ഒത്തിരി പേര് ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. പിന്നെ വിഴിഞ്ഞം വരുന്ന കോവളം എന്ന മണ്ഡലത്തിലെ വളരെ കുറച്ച്, കോവളത്തിൽ മുഴുവൻ ഇല്ല. കോവളത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെയാണ് പോകുന്നത്. ഇതിൽ ആ വിഴിഞ്ഞം വരെ വരുന്ന കുറേ പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളതിൽ വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഒരു
മുൻകൈ കിട്ടാൻ രാഷ്ട്രീയമായിട്ട് തന്നെ മുൻകൈ രാഷ്ട്രീയമായിട്ടും ലോക്കൽ ബേസ് വെച്ച് മുന്നോട്ട് വരാവുന്നതാണ്. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യവും കൂടെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഈ 227 വോട്ടാണ് 1300 വീതം 1300 ചില്ലാനം രണ്ട് പാർട്ടികളും പിടിച്ചപ്പോൾ, LDFും BJPയും പിടിച്ചപ്പോൾ 274 വോട്ടം മറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. അപ്പോൾ അത് 274 77 അങ്ങനെ എന്തൊക്കെയാണ് എന്തായാലും 270 ആ ഒരു 70-80 ഇടയ്ക്കുള്ള വോട്ടാണ് പിടിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം അവര് അതിൻ്റെ തകർച്ചയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് മോശമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ അതല്ല പറഞ്ഞത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഇനി ആരെങ്കിലും നിന്നാൽ പറ്റില്ല. ഒരു മിനി MLA യോജിച്ച ഒരു കഴിവ് വേണം. കഴിവ് ആദ്യം തെളിയിക്കണം. പണ്ടത്തെ കൂട്ട് ആരെങ്കിലും സ്ഥാനാർത്ഥിയായ പറ്റില്ല. ഒരു മിനി MLA ആയി നിൽക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. ഒരു MLA മിനി MLA ആയി നിൽക്കാനുള്ള കഴിവുണ്ട്. നാളെ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഇപ്പോൾ എല്ലാവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ആകില്ലേ, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയാൽ പോലും നിൽക്കാനുള്ള പക്വത വേണം. നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ വരെ ഏറ്റെടുക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം എന്നൊക്കെയാണ് ഇപ്പം ജനങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ BJP നിർത്തിയാൽ തീർച്ചയായിട്ടും BJPക്ക് തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം നഗരസഭ ഈസി ആയിട്ട് കയ്യിൽ വരും. നല്ലൊരു മേയർ കാൻഡിഡേറ്റും കൂടെ വേണം. പണ്ടത്തെ കൂട്ട് ഞങ്ങൾ ഈ നിർത്തിയിരിക്കുന്ന 100-ൽ ഏതെങ്കിലും ഒരു തന്നെ മേയറാകുമെന്ന് പറഞ്ഞാൽ പോരാ. ഒരാളെ ആദ്യമേ നിശ്ചയിച്ച് ചൂണ്ടിക്കാണിച്ച് നിർത്താൻ കഴിയണം. ഇപ്പം കോൺഗ്രസ് തന്നെ തയ്യാറെടുക്കുന്നു ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ BJPയും ഒരാളെ നിർത്തി 100 വാർഡുകളും കേന്ദ്രീകരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി പ്രവർത്തിച്ചാൽ, ഒരു 2-3 മാസം മുമ്പേ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും BJPക്ക് തിരുവനന്തപുരം നഗരസഭ പിടിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.